നമസ്കാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ കോടികൾ വിലമതിക്കുന്ന സ്വർണങ്ങളും രത്നങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും വിഗ്രഹങ്ങളും ഒക്കെ മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അതിൽ നമ്മളൊക്കെ കേട്ട, അല്ലെങ്കിൽ ഒരു പ്രത്യേക തലമുറയിൽപ്പെട്ട ആളുകളെങ്കിലും കേട്ട പേരാണ് ഹരിഹര വർമ്മ എന്നുള്ളത്. ഈ ഹരിഹരവർമ്മ ഇന്ന് ജീവിച്ചിരുന്നില്ല. ഇദ്ദേഹം പൂഞ്ഞാർ രാജകുടുംബാംഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ പൂഞ്ഞാർ രാജകുടുംബവുമായി ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല, ഇദ്ദേഹത്തെ അറിയില്ല എന്നാണ് പൂഞ്ഞാർ രാജകുടുംബാംഗങ്ങൾ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും ഇദ്ദേഹം ആരായിരുന്നു എന്നറിയില്ല. പോലീസിന് ഇന്നുവരെ ഇദ്ദേഹം ആരായിരുന്നു എന്ന് കണ്ടെത്താനോ, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു, ഇദ്ദേഹം എന്ത് ജോലി ചെയ്യുകയായിരുന്നു, ഈ സ്വർണ രത്ന കൊള്ളകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ വ്യക്തമായ പങ്ക് എന്തായിരുന്നു, ഇദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊന്നും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ചും ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കളവ് പോയതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ചകൾ ചെയ്യുമ്പോൾ ഹരിഹര വർമ്മയെക്കുറിച്ചും ആ കേസിനെ കുറിച്ചും ഒന്ന് പരാമർശിക്കാതെ തരമില്ല. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹം ആരായിരുന്നു, ഇദ്ദേഹം എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരാമർശ വിധേയമാകുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ പേര് കമൽജിത്ത് കമലാസനൻ എന്നാണ്. സാമൂഹ്യ വിഷയങ്ങളിലും അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ അഡ്വക്കേറ്റ് കമൽജിത്ത് പ്രതികരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മൾ വാർത്തകളായി ചർച്ച ചെയ്യാറുണ്ട്. അഡ്വക്കേറ്റ് കമൽജിത്ത് എഴുതിയ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമലയിലും ഇരിങ്ങോൾ കാവിലും നടന്ന സ്വർണ്ണ രത്ന കല്ലുകളുടെ മോഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ഒക്കെ തന്നെയും ഹരിഹര വർമ്മ എന്ന നിഗൂഢ മനുഷ്യനെയാണ് ഓർമ്മ വരുന്നത്. ഇന്നുവരെ ആളാരാണെന്ന് തിരിച്ചറിയാൻ കേരള പോലീസിന് കഴിയാതെ പോയ ഒരു യഥാർത്ഥ ചിത്രത്തിലെ മനുഷ്യനാണ് ഹരിഹര വർമ്മ. 2012 ഡിസംബർ 24 തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ ഹരിദാസ് എന്ന അഭിഭാഷകന്റെ വീട്ടിൽ വെച്ചാണ് വർമ്മ കൊല്ലപ്പെടുന്നത്. ജ്യൂസിൽ മദ്യം കലക്കി മയക്കിയ ശേഷം കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു ഇദ്ദേഹത്തെ. രത്നവ്യാപാരിയായിരുന്ന വർമ്മയുടെ പക്കൽ ഉണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന രത്നങ്ങൾ തട്ടാൻ കുറച്ചാളുകൾ ചേർന്ന് വർമ്മയെ തന്നെ തട്ടി. കേസിലെ പ്രതികൾ ആയ 4 പേർ ഇന്ന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. ഹരിദാസിനെയും മറ്റൊരാളെയും കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ ഈ കേസിന്റെ പ്രാധാന്യം എന്തെന്നാൽ, ഇങ്ങനൊരു വർമ്മയെക്കുറിച്ച് അയാൾ ആരാ എന്താ എന്നൊന്നും ആർക്കും അറിയില്ല എന്നതാണ്. കേരള പോലീസിന് കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് അത്ര നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മാവേലിക്കര പൂഞ്ഞാർ രാജകുടുംബത്തിലെ അംഗം ആണ് താനെന്നായിരുന്നു പറഞ്ഞ് നടന്നിരുന്നത്. എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ല എന്നായിരുന്നു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന ഭാര്യ പോലും കരുതിയിരുന്നത്. ടിയാൻ പൂഞ്ഞാർ രാജകുടുംബത്തിലെ അംഗമായിരുന്നു എന്നാണ്. വർമ്മയുടെ പാസ്പോർട്ടും മറ്റ് തിരിച്ചറിയൽ രേഖകളും എല്ലാം തന്നെ വ്യാജവുമായിരുന്നു. അപ്പോൾ ശരിക്കും ഇയാൾ ആരായിരുന്നു? ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുവാൻ കേരള പോലീസ് പത്രങ്ങളിൽ ചിത്രമടക്കം പരസ്യം ചെയ്തുവെങ്കിലും ഇന്നും ഈ വർമ്മ ആരെന്ന് ആർക്കും അറിയില്ല. എവിടെ നിന്ന് വന്നു എന്നതും എവിടുത്തുകാരൻ ആണ് എന്നൊന്നും ആർക്കും അറിയില്ല. പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത രത്നങ്ങൾ വ്യാജമായിരുന്നു എന്നൊരു വാർത്ത ആദ്യം കേട്ടിരുന്നു. അതായത് വർമ്മ ഉഡായിപ്പിന്റെ ഉസ്താദായിരുന്നു എന്നൊരു പ്രചരണം അക്കാലത്ത് നടന്നിരുന്നു. എന്നാൽ വർമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന 4000-ഓളം കല്ലുകളിൽ പോലീസ് കണ്ടെത്തിയ 150-ൽ പരം കല്ലുകൾ ഒറിജിനൽ ആണെന്നും വിലമതിക്കാൻ ആകാത്തതാണെന്നും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പിന്നീട് കണ്ടെത്തി. റിപ്പോർട്ട് നൽകിയതോടെ വ്യാജരത്നങ്ങൾ എന്ന വാദം പൊളിഞ്ഞു പോവുകയായിരുന്നു. മേൽ രത്നങ്ങൾ കൈക്കലാക്കാൻ ആരൊക്കെയോ ചേർന്ന് ചമച്ച പദ്ധതി ആയിരുന്നിരിക്കണം വ്യാജരത്നങ്ങൾ എന്ന പ്രചരണം. ബാക്കി 3850-ൽ പരം കല്ലുകൾ എവിടെ, ആരുടെ കയ്യിൽ പോയി എന്ന് ആർക്കും അറിയില്ല. പല ഉന്നതരുടെയും പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് കേട്ടിരുന്നു എങ്കിലും അതും ഒക്കെ തന്നെ തേഞ്ഞു മാഞ്ഞുപോയി. ആറ്റിങ്ങലും പാലക്കാടുമുള്ള ഈ വർമ്മയുടെ വീടുകളിൽ പരിശോധന നടത്തിയ കേരള പോലീസ് കോടികൾ വിലമതിക്കുന്ന പ്രാചീന വിഗ്രഹങ്ങളും കണ്ടെടുത്തിരുന്നു. പക്ഷേ ഭാസ്കര വർമ്മയുടെ മകൻ എന്ന രേഖകളിൽ പേരുള്ള ഹരിഹര വർമ്മയുടെ ഒരു രക്തബന്ധുവിനെ കണ്ടെത്താൻ പോലും ഇന്നും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഇല്ലാത്ത ഭാര്യയുടെ മുന്നിൽ പോലും അഭിനയിച്ച ഹരിഹര വർമ്മ യഥാർത്ഥത്തിൽ ആരായിരിക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ വെളിയിൽ വന്നു എന്നാൽ പതിറ്റാണ്ടുകൾ കൊണ്ട് തുടർന്നു വന്നതുമായ ക്ഷേത്രക്കൊള്ളകളും ഇയാളുമായി ബന്ധം ഉണ്ടാകുമോ? വലിയ വലിയ മാഫിയ സോണുകൾ ലോക്കൽ ഗുണ്ടകളാൽ കൊല്ലപ്പെടുന്നത് പോലെ വർമ്മയും മരിച്ചതോടെ അയാളിൽ പിന്നീട് ഉണ്ടായിരുന്ന ടീമുകൾ മനഃപൂർവ്വം അത് മറച്ചുവെച്ചതാകുമോ ഇയാളുടെ ഐഡി?
അയാളുടെ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോലീസ് പോയതായി അറിവില്ല. എങ്കിലും ആരായിരിക്കും ഈ വർമ്മ? ആള് ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് അയാളിൽ നിന്ന് അറിയാൻ മാർഗവുമില്ല. തീർച്ചയായിട്ടും വളരെ ദുരൂഹമായ ഒരു മരണമായിരുന്നു. ആരാണ് ഈ വ്യക്തി ഹരിഹര വർമ്മ എന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ അന്വേഷണ സംവിധാനങ്ങൾ ഇപ്പം ഇയാളെ ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ, മരിച്ചുപോയി. ഇയാളുടെ ഒരു ബന്ധുക്കളെയും കണ്ടെത്താൻ ഇത്രയേറെ അന്വേഷണ സംവിധാനങ്ങളും ഇത്രയേറെ സാങ്കേതിക വിദ്യയും ഇന്നും നിലവിൽ ഇരുന്നിട്ടും ഇത്രയും വർഷമായിട്ടും ഈ ഹരിഹര വർമ്മ ആര് എന്ന് കണ്ടെത്താൻ എന്തുകൊണ്ട് പോലീസിന് സാധിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്ന ഈ ഒരു വേളയിലാണ് ഇദ്ദേഹത്തിന്റെ പേരും ഉയർന്നു വരുന്നത്. ഇദ്ദേഹത്തിന്റെ ടീമിന്റെ ബാക്കിയായിരിക്കുമോ ഇവിടെ ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അതുപോലെ ബോർഡംഗങ്ങളും ഒക്കെയായി ചേർന്ന് പ്രവർത്തിച്ച് അന്തർദേശീയ വിഗ്രഹ കടത്ത് ആന്റിക് കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് എന്ന സംശയം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ ഹരിഹര വർമ്മ ആരെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല.